Hello friends, welcome to SAT, Sundays Tuition Center, Madhusudan. Please subscribe to our YouTube channel for new updated videos and also visit sundaystuition.blogspot.in. We will study Kerala SSLC Maths Chapter 5, Trigonometry, Trigonometry Part 19, Textbook Exercise 5.2, Question number 7. If you like this video, please like, share and comment. Okay? Question number 7. The lengths of two sides of a triangle are 8 cm and 10 cm and the angle between them is 40 degree. Calculates its area. What is the area of the triangle with the sides of the same length but angle between them is 140 degree? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ നീളം 8 cm, 10 cm. അവയ്ക്കിടയിലെ കോൺ 40 ഡിഗ്രി. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. ഇതേ വശങ്ങളും അവയ്ക്കിടയിലെ കോൺ 140 ഡിഗ്രിയുമായ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇറ്റ്സ് വെരി സിമ്പിൾ. The lengths of two sides of a triangle are 8 cm and 10 cm. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വശം 8 സെന്റിമീറ്ററും ഒരു വശം എന്താണ് 10 സെന്റിമീറ്റർ. And the angle between them is 40 degree. അതിന്റെ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. Calculates its area. Area ആണുള്ള സമവാക്യം നമുക്കറിയാം ഹാഫ് എന്താണ് BH. ഹിയർ B നമുക്കറിയാം ഇവിടെ 10 ആണ്. ഇനി H കാണാനായിട്ട് ഇവിടുന്ന് ഒരു വര വരയ്ക്കുക. ഇതിനെ H എന്ന് അടയാളപ്പെടുത്തുക. H കണ്ടുപിടിക്കുക. H എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ഓപ്പോസിറ്റ് സൈൻ ആംഗിൾ എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ദ സെയിം. ഇതേ അളവ് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ബട്ട് ആംഗിൾ 140 ഡിഗ്രി ആക്കി. 140 ഡിഗ്രി എന്ന് നിങ്ങൾ നോക്കി ഇവിടം വരെ വരുമ്പോൾ തന്നെ ഏകദേശം 90 ആവും. 140 എന്ന് പറയുമ്പോൾ 100, 120, 130, 140 കണ്ടോ? ഇങ്ങനെ വരും ട്രയാങ്കിൾ. ഏകദേശം ഇത്രയും ആംഗിൾ വരും 140 എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ഹൈറ്റ് കാണാനായിട്ട് ഇവിടെ നിന്ന് വരയ്ക്കേണ്ടത് താഴേക്ക്. എന്നിട്ട് ഇവിടെ ഒരു മട്ടത്രികോണം ഉണ്ടാവും. ഓക്കെ. 150, 140 കുറച്ച് നമ്മൾ ഇവിടെയുള്ള 40 ഡിഗ്രി കണ്ടുപിടിച്ചിട്ട് ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. ക്ലിയർ? This is a triangle. In this triangle, one side is 10 cm, another is 8 cm. The angle between them is 40 degree. Okay, what is the area? Area കാണാനായിട്ട് നമ്മൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, അതിനെ H എന്ന് അടയാളപ്പെടുത്തുന്നു. And area is equal to half BH. Area എന്ന് പറഞ്ഞാൽ അര BH. And B എന്ന് പറയുന്നത് 10 cm. Okay. Area കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. So this is become 90 degree. Okay. ആൻഡ് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ വശം ഇന്ന് നമ്മൾ പേര് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് ഹൈപ്പോട്ടിനസ്. ഓക്കെ. ഇത് നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. 40 ഡിഗ്രിയുടെ നേരെ കിടക്കുന്നതാണ് നമ്മുടെ ഹൈറ്റ്. അപ്പോൾ അതിനെന്ത് വിളിക്കും? ഓപ്പോസിറ്റ്. ഓക്കെ. ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്കിനി H ആണ് കാണേണ്ടത്. അതായത് ഓപ്പോസിറ്റ് സൈഡിനെ നമുക്ക് ഹൈപ്പോട്ടിനസുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എതിർവശത്തെ കർണവുമായിട്ട്. ആ റേഷ്യോ ഏതാണ്? സൈൻ. Sin 40 degree opposite side by hypotenuse, that is H/8. Then H is equal to 8 into sin 40. Okay, sin 40 ന്റെ വില നമ്മൾ നിങ്ങൾ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക. That is 0.6428. ഇതിന് മുന്നത്തെ കണക്കിലൊക്കെ നമ്മൾ ചെയ്തതാ. 8 into 0.6428 is equal to 5.1424 cm. Then area എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. ഹാഫ് BH. B ഇവിടെ തന്നിട്ടുണ്ട് 10 cm. Put B as 10. H നമുക്ക് അറിയില്ല. H ന്റെ വില എന്താണ്? 5.1424. അത് കൊടുക്കുക. ഇനി ഹാഫ് ഇൻറ്റു 10 അത് ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 10, 10ന്റെ പകുതി എത്രയാണ്? 5. ഓക്കെ. സോ 5 ഇൻറ്റു 5.1424. ദ ആൻസർ ഈസ് 25.712 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ? നമ്മളിവിടെ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് H, അതുകൊണ്ടാണ് സൈൻ എടുത്തത്. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. H കണ്ടുപിടിക്കുന്നു. ജസ്റ്റ് ഹാഫ് BH അപ്ലൈ ചെയ്യുന്നു. Second question എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ബട്ട് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. അതായത് ഇതിനകത്തൊന്നും വ്യത്യാസമില്ല, ആംഗിൾ കുറച്ചും കൂടി ഒന്ന് കൂടി. എത്രയായി? 140. ഈ 40 സ്ഥലത്ത് 140. അപ്പോൾ ആ ആംഗിളിൽ ട്രയാങ്കിളിൽ വ്യത്യാസം ഉണ്ടോ? ഇങ്ങനെ ഉണ്ടോ? നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ ഹൈറ്റ് എന്ന് അടയാളപ്പെടുത്തുന്നു. ദിസ് ഈസ് അവർ 140 ഡിഗ്രി. ദെൻ ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ടാവും? 40 ഡിഗ്രി. വെരി സിമ്പിൾ. 150, 140 വെച്ച് ഇത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടത്രികോണം. ഇതാണ് നമ്മുടെ എന്ത്? ഹൈറ്റ്. ബേസ് ഇത് തന്നെ 10 സെൻറ്റിമീറ്റർ, വ്യത്യാസമില്ല.
അപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ്, ഓപ്പോസിറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്, ഇറ്റ് ഈസ് ഹൈപ്പോട്ടനസ്. ഇത് നമുക്കറിയും. നമുക്ക് അറിയാവുന്നതും അറിയാൻ പാടാത്തതും തമ്മിൽ ബന്ധപ്പെടും. അറിയാവുന്നത് 8 സെന്റിമീറ്റർ, അറിയാൻ പാടാത്തത് h. ഈ അറിയാവുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഹൈപ്പോട്ടനസ്, അറിയാൻ പാടാത്തത് 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ഒരു സൈൻ 40. അപ്പോൾ സൈൻ 40 എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഏരിയ ഹാഫ് BH, B എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ തന്നെ, സൈൻ 40. അപ്പോൾ അതായത് നേരത്തെ ചെയ്തത് തന്നെ നമ്മളിവിടെ ചെയ്യണം. ഇവിടെ ഹൈറ്റിൽ വ്യത്യാസമില്ല, ഇതാണ് ഹൈറ്റ്. അതിവിടെ ഈ ട്രയാങ്കിൾ വെച്ച് കാണുന്നതേ ഉള്ളൂ. നേരത്തെ ചെയ്ത സെയിം ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ? Visit part 20. Please like, share and comment. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.